ഇന്ന് രാവിലെ ഉറക്കമുണർന്നു തന്നെ ഒരു വീഡിയോ കണ്ടുകൊണ്ടാണ് മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത വീഡിയോയിൽ കണ്ണൂരിലെ ഏതോ ഒരു സ്ഥലത്ത് ഒരു കൊച്ചു പെൺകുട്ടിക്ക് തൊണ്ടയിൽ ബബിൾ ഗം കുടുങ്ങുകയും ആ പെൺകുട്ടി പെട്ടെന്ന് അടുത്ത് കണ്ട കുറച്ച് ചെറുപ്പക്കാരോട് സഹായം ആവശ്യപ്പെടുകയും അവർ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കിയിട്ട് ഉടനെ ഹെംലിക്സ് മെന്യൂവർ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് തൊണ്ടയിൽ കുടുങ്ങിയ ആ വസ്തു എടുത്ത് കളയുകയും കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്യുന്നതാണ്. കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും നിമിഷ നേരം കൊണ്ട് നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന വളരെ ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഈ ചോക്കിംഗ് അഥവാ ശ്വാസനാളത്തിൽ വസ്തുക്കൾ കുടുങ്ങുന്ന അവസ്ഥ എന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ ഇതിനെ കഫേ കൊറോണറി എന്ന് പറയുമായിരുന്നു. ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലോ കഫേയിലോ ഒക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങി ഹൃദയസ്തംഭനം വന്ന് മരിക്കുന്ന ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടാണ് ആ ഒരു പേര് അതിന് വരുന്നത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ പെട്ടെന്ന് നമുക്ക് ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ടെക്നിക്കാണ് ഹെംലിക്സ് മെന്യൂവർ എന്ന് പറയുന്നത്. ഈ ഹെംലിക്സ് മെന്യൂവർ അമേരിക്കയിലെ ഒരു തൊറാസിക് സർജനായിരുന്ന ഡോക്ടർ ഹെൻറി ഹെംലിക്സ് വികസിപ്പിച്ചതാണ്. 1970-കളിൽ അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരുപാട് മനുഷ്യർ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ശ്വാസനാളത്തിലെ വസ്തുക്കൾ കുടുങ്ങി മരിച്ചു പോകുന്നു. ആ കാലത്ത് നിലവിലുണ്ടായിരുന്ന പുറകിൽ തട്ടുക, ബാക്ക് സ്ലാപ്പ് എന്ന് പറയുന്ന ടെക്നിക്ക് കൊണ്ട് വലിയ ഗുണമുണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല ചില അവസരങ്ങളിൽ അത് സ്ഥിതി വഷളാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്വാസനാളത്തിൽ തങ്ങി നിൽക്കുന്ന എയർ തന്നെ ശക്തമായി പുറന്തള്ളി ഈ വസ്തുക്കളെ പുറന്തള്ളുന്ന ഒരു ടെക്നിക്ക് വികസിപ്പിക്കുന്നതിനെ പറ്റി അദ്ദേഹം ചിന്തിക്കുകയും ആ ടെക്നിക്ക് ആദ്യം അദ്ദേഹം പട്ടികളിൽ അനസ്തീഷ്യ കൊടുത്തിട്ടുള്ള നായകളിൽ പരീക്ഷിച്ച് വിജയിക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ ആ വ്യക്തിയുടെ വയറിൽ ശക്തമായി തള്ളിക്കൊണ്ട് ഡയഫ്രത്തിൻ്റെ പ്രഷർ കൂട്ടി അത് ശ്വാസകോശത്തിൽ തങ്ങി നിൽക്കുന്ന എയറിനെ ശക്തമായി പുറന്തള്ളുന്ന ഒരു ടെക്നിക്കാണ്. ഇതിനെയാണ് ഹെംലിക്സ് മെന്യൂവർ എന്ന് പറയുന്നത്. ഇന്നോളം ലോകത്ത് ഒരുപാട് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ചിട്ടുള്ള വളരെ നല്ല ഒരു ടെക്നിക്കാണ് ഈ ഹെംലിക്സ് മെന്യൂവർ. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റൊണാൾഡ് റീഗൻ, നടിയായിരുന്ന എലിസബത്ത് ടൈലർ തുടങ്ങി ഒരുപാട് പ്രമുഖരും പ്രശസ്തരുമായിട്ടുള്ള മനുഷ്യരുടെ ജീവനും ഈ ടെക്നിക്കിലൂടെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടെക്നിക്ക് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും സ്കൂൾ തലം മുതൽ പഠിപ്പിക്കേണ്ടതുമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഹെംലിക്സ് മെന്യൂവർ നമ്മൾ ശുപാർശ ചെയ്യാറില്ല. പകരം ആദ്യം ഉപയോഗിച്ചിരുന്ന ബാക്ക് സ്ലാപ്പ് അല്ലെങ്കിൽ ചെസ്റ്റ് ത്രസ്റ്റ്, പുറകിൽ തട്ടുകയോ അല്ലെങ്കിൽ നെഞ്ചത്ത് അമർത്തുകയോ ഒക്കെയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് ഒരിടത്ത് നിൽക്കുമ്പോൾ ഇതുപോലെ നമുക്കൊരവസ്ഥ വന്നാൽ നമുക്ക് ഈ ഹെംലിക്സ് മെന്യൂവർ ഈ പറഞ്ഞ രീതിയിൽ തന്നെ സ്വയം ചെയ്യാവുന്നതാണ്. ഒരു ടേബിളിനോ അല്ലെങ്കിൽ ചെയറിൻ്റെയോ എഡ്ജിനോ ഒക്കെ വയർ കൊണ്ട് അമർത്തി വെച്ച ശേഷം ഇതുപോലെ ശക്തമായിട്ട് അമർത്തിയിട്ടും ഈ ഹെംലിക്സ് മെന്യൂവർ ടെക്നിക്ക് സ്വയം അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്താണെങ്കിലും കണ്ണൂരിലെ ആ ഒരു പെൺകുട്ടിയുടെയും അവളുടെ ജീവൻ രക്ഷിച്ച ആ ചെറുപ്പക്കാരുടെയും ഒക്കെ മനസാന്നിധ്യം ശരിക്കും മാതൃകാപരമാണ്.